ശരി, അത് വളരെ പ്രധാനമാണ്. യോഗശേഷം വെള്ളാപ്പള്ളി എന്തു പറയുന്നു എന്നതും പ്രധാനമാണ്. നമുക്കറിയാവുന്ന പോലെ നേരത്തെ ഒരു ഐക്യ ആഹ്വാനം വെള്ളാപ്പള്ളി മുന്നോട്ട് വെച്ച് അല്പം മുന്നോട്ട് പോയി പാതി വഴിയിൽ അത് പൊളിഞ്ഞ ഘട്ടത്തിൽ എന്താണ് സുകുമാരൻ നായർക്ക് നേരെ നടത്തിയ അധിക്ഷേപ പ്രതികരണം എന്നുള്ളത്. റോഷിപാൽ ഇപ്പോൾ SNDP യോഗം ചേരുകയാണ്. അതിനുശേഷം വെള്ളാപ്പള്ളി ഉറപ്പായും ഈ ഐക്യം വേണ്ട എന്ന തീർത്തു പറഞ്ഞുള്ള NSSന്റെ തീരുമാനത്തോട് പ്രതികരിക്കും. അത് കടുപ്പിച്ചുള്ള പ്രതികരണമാകാനുള്ള സാധ്യത എത്രത്തോളമാണ് റോഷിപാൽ? ഒരു വിഷമവുമില്ല, പ്രതിഷേധവുമില്ല. നായർ സമുദായം നമ്മുടെ സഹോദര സമുദായമാണ്. ആ നായർ സമുദായം, ആ സഹോദര സമുദായത്തെ ഇങ്ങനൊരു തീരുമാനം ഉണ്ടായി എന്നതിൻ്റെ പേരിൽ പ്രിയമുള്ള സഹോദരന്മാരെ, NSS നേതൃത്വത്തെയോ സുകുമാരൻ നായരെയോ ഒരിക്കലും നിങ്ങളാരും തള്ളിപ്പറയരുതേ എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. കാരണം ഇതിനകത്ത് ഈ ചോര കുടിക്കാൻ നടക്കുന്ന ചില കുറുക്കന്മാരുണ്ട്, ചില രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ അടവ് നയങ്ങളുണ്ട്. നിഷ്കളങ്കനായ സുകുമാരൻ നായർ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ആദ്യം വന്നത്. പിന്നെ അദ്ദേഹം തിരുത്തേണ്ടി വന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക്, തീരുമാനങ്ങൾക്കും ബോർഡിൻ്റെ തീരുമാനങ്ങൾക്കും വിധേയമാണ്. ഇത് മനസ്സിലാക്കാൻ, മാറി ചിന്തിക്കുവാൻ ഉണ്ടായ കാരണം എന്തെന്ന് മനസ്സിലാക്കാൻ നമുക്ക് പാഴൂർ പടിമലരെ പോകേണ്ടതില്ല. നമുക്കും ബുദ്ധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നാളെ തൊട്ട് നായരെ ചീത്ത പറഞ്ഞേക്കണം, അതാണ് നമ്മുടെ യോഗം കൂടി തീരുമാനിക്കണമെന്ന് പറഞ്ഞ് ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റിപ്പോയി മാധ്യമങ്ങളെ. ഒരിക്കലും നായർ സഹോദരന്മാർ ഞങ്ങളുടെ സഹോദരന്മാരാണ്. ഞങ്ങളെല്ലാം ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളായ ഞങ്ങളുടെ എല്ലാം ചോര ഒന്നാണ്. ഞങ്ങളുടെ വിശ്വാസം ഒന്നാണ്, ആചാരം ഒന്നാണ്, അനുഷ്ഠാനം ഒന്നാണ്. അതുകൊണ്ട് ഇത്തരത്തെ ഐക്യത്തിൻ്റെ പേരിൽ എന്തുണ്ടായാലും ഇന്നല്ലെങ്കിൽ ഇതെല്ലാം നാളെ സംഭവിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ക്ഷമയോടുകൂടി കാണാനും കേൾക്കാനുള്ള സന്മനസ് കാണിച്ച നിങ്ങൾക്കെല്ലാം നന്ദി പറയുന്നതോടൊപ്പം ഈ വിഭാഗീയത ലോക അവസാനം വരെ നിൽക്കുന്നൊരു വിഭാഗീയതല്ല. പക്ഷെ സുകുമാരൻ നായർ അദ്ദേഹം കാണിച്ച ആ വിശാല മനസ്സിലാണ്. എനിക്ക് ഇരട്ടി ശങ്കും തൻ്റെ ഇടവും നൽകി അദ്ദേഹം. തിണ്ണ നിരങ്ങി നടന്നില്ലേ, ഒരു നേതാവിൻ്റെ മുമ്പിൽ പോവുകയല്ല എന്ന് പറഞ്ഞവനെ തിണ്ണ നിരങ്ങി താൻ ഇവിടെ നടന്നില്ലേ എന്ന് പറഞ്ഞില്ലേ. മുഖ്യമന്ത്രിയുടെ വണ്ടി കയറി പോയതുകൊണ്ട് എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെന്നെ വേട്ടയാടിയപ്പോൾ നമുക്ക് കരുത്തായി, താങ്ങായി, തണലായി നിന്ന് സുകുമാരൻ നായർ മാത്രമാണ്. അഭിനന്ദിക്കണ്ടേ? അത് അദ്ദേഹം മനസ്സിൽ തട്ടിപ്പറഞ്ഞതാണ്. ആ സമുദായത്തിൻ്റെ വികാരം, മറ്റു വന്നുള്ള വികാരം രാഷ്ട്രീയമാണ്. റോഷിപാൽ ഇപ്പോൾ SNDP യോഗം ചേരുകയാണ്. അതിനുശേഷം വെള്ളാപ്പള്ളി ഉറപ്പായും ഈ ഐക്യം വേണ്ട എന്ന തീർത്തു പറഞ്ഞുള്ള NSSന്റെ തീരുമാനത്തോട് പ്രതികരിക്കും. അത് കടുപ്പിച്ചുള്ള പ്രതികരണമാകാനുള്ള സാധ്യത എത്രത്തോളമാണ് റോഷിപാൽ?